തിരുവനന്തപുരം കിഴക്കേക്കോട്ട ബസ് അപകടത്തിൽ വാഹനങ്ങൾ നടത്തുന്നത് ഗുരുതര നിയമലംഘനം. KSRTC ബസ് സർവീസ് നടത്തിയത് ഫിറ്റ്നസ് ഇല്ലാതെ. 9 മാസമായി KSRTC ബസ്സിന് ഫിറ്റ്നസ് ഇല്ല. വാഹനത്തിന്റെ RC ക്യാൻസലായെന്നും രേഖകൾ പറയുന്നു. അതേസമയം ബസ്സുകൾക്കിടയിൽപ്പെട്ട് കേരള ബാങ്ക് സീനിയർ മാനേജർ M. ഉല്ലാസ് മരിച്ചതിൽ വീഴ്ച സ്വകാര്യ ബസ്സിൻ്റേതെന്ന ഗതാഗത വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ജനം ബ്രേക്കിംഗ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് തലസ്ഥാനത്ത് ബസ്സുകൾക്കിടയിൽപ്പെട്ട് കേരള ബാങ്ക് ജീവനക്കാരൻ മരിച്ചത്. ഈ സംഭവത്തിൽ ബസ്സുകളുടെ മത്സര ഓട്ടമാണ് അപകട കാരണമെന്നാണ് സ്ഥിരീകരണം. ഇതിനിടെയാണ് ബസ് അപകടത്തിൽ വാഹനങ്ങൾ നടത്തിയ ഗുരുതര നിയമലംഘനങ്ങൾ കൂടി പുറത്തുവരുന്നത്. അപകടമുണ്ടാക്കിയ ബസ്സുകളിൽ KSRTC ബസ് സർവീസ് നടത്തിയത് ഫിറ്റ്നസ് ഇല്ലാതെയാണ്. ഈ വർഷം മാർച്ച് 22-ന് ഫിറ്റ്നസ് അവസാനിച്ച KSRTC ബസ് കഴിഞ്ഞ 9 മാസമായി സർവീസ് നടത്തുന്നത് നിയമം ലംഘിച്ചു. 2020 ഏപ്രിൽ 28-ന് അവസാനിച്ച് ഇൻഷുറൻസും പുതുക്കിയിട്ടില്ല. വാഹനത്തിന്റെ RCയും റദ്ദാക്കിയതാണ്. KL 157498 എന്ന വാഹനമാണ് MVDക്ക് മുന്നിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി സർവീസ് നടത്തുന്നത്. സ്വകാര്യ ബസിന്റെ രേഖകൾ അതേസമയം കൃത്യമാണ്. അതേസമയം കിഴക്കേക്കോട്ടയിൽ ബസ്സുകൾക്കിടയിൽപ്പെട്ട കേരള ബാങ്ക് സീനിയർ മാനേജർ M. ഉല്ലാസ് മരിച്ചതിൽ വീഴ്ച സ്വകാര്യ ബസിന്റേതെന്ന ഗതാഗത വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തലുമുണ്ട്. ബസിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാനും ശുപാർശയുണ്ട്. കിഴക്കേക്കോട്ടയിൽ ഇന്നു മുതൽ ഗതാഗത വകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് പരിശോധനയും നടത്തും. ജനം, തിരുവനന്തപുരം.